സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. അസ്കർ പറഞ്ഞ കാര്യം എന്താ? അസ്കർ ഞങ്ങളെ നെഹ്റു നിരോധിച്ചതാണ്, പട്ടേൽ നിരോധിച്ചാണെന്ന് പറഞ്ഞു. അതേ പട്ടേലും നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചല്ലോ. അങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഹ്റു നിരോധിക്കുക മാത്രമല്ല, ആ നിരോധനത്തിന്റെ പേരിൽ നെഹ്റു 1949 കൽക്കട്ടയിൽ പോകുന്ന സമയത്ത് സഖാക്കൾ നെഹ്റുവിന്റെ മീറ്റിംഗിന് നേരെ ബോംബെറിഞ്ഞു. 2 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ അത് ശരി. അന്ന് നെഹ്റു കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യദ്രോഹികൾ എന്നാണ് വിളിച്ചത്. ചരിത്രത്തിന്റെ ഭാഗമല്ലേ ഇത്? 2 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടില്ലേ രാജ്യത്ത്? ചൈനീസ് യുദ്ധകാലത്ത് ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തതിന്റെ പേരിൽ നിങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടില്ലേ? അപ്പൊ 2 തവണ നിരോധിക്കപ്പെട്ട സംഘടനയാണ് നിങ്ങളുടേത്. RSSനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ RSSനെതിരെയുള്ള നിരോധനം ഗവൺമെന്റോ സുപ്രീം കോടതിയോ എടുത്ത് ചവറ്റുകൊട്ടയിൽ തള്ളിയിട്ടുണ്ട്. ഈ നെഹ്റു നിരോധിച്ച അല്ലെങ്കിൽ പട്ടേൽ നിരോധിച്ച അതേ RSSനെ തന്നെ പിന്നീട് 62 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം റൂട്ട് മാർച്ച് ചെയ്യാൻ വേണ്ടി RSSനെ ക്ഷണിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. RSS ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഡൽഹിയിൽ നടന്ന പഥസഞ്ചലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ RSS ഒരു തൊട്ടുകൂടാത്ത സംഘടനയാണെങ്കിൽ നെഹ്റു പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് RSSനെ ക്ഷണിക്കുമോ? ഞാൻ എന്ത് വേണം ചെയ്യാൻ? RSSന്റെ 3000-ഓളം സ്വയം സേവകർ ഗണവേഷത്തിലാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ അന്നത്തെ രാജ്പഥിൽ, ഇന്നത്തെ കർത്തവ്യ പഥിൽ പങ്കെടുത്തത്. ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റേ കോട്ടമൈതാനത്ത് ചേരുന്ന പരിപാടിയല്ല, കവാത്തല്ല, റെഡ് വളണ്ടിയർ പരിപാടിയല്ല ഇത്. ഇത് RSS ആണ്, സംഘടന വേറെയാണ്. അത് ഈ ഹസ്കറിന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇവിടെ ഹസ്കർ നിർലജ്ജം പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്ന നിലപാടെടുത്തു. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അത് ഇടതുപക്ഷത്തിന്റെ ലെവലിൽ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇടതുപക്ഷത്തിന്റെ ആളാവേണ്ട കാര്യമില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആളായി വന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയുന്നത് ഇടതുപക്ഷത്തെ നേതാക്കന്മാരാണ്. ഇത് ശരിയാക്കാണ്ട് നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല രഘുരാമ. ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ആളാണോ അതോ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളാണോ എന്നുള്ള സംബന്ധിച്ച് ഇടതുപക്ഷക്കാർ ചർച്ചയ്ക്ക് അയക്കുന്ന ഒരു മറുപടി പറയേണ്ടി വരും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന പേരിൽ പറയരുത്, പോപ്പുലർ ഫ്രണ്ട് നിരീക്ഷകൻ എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ മറ്റ് സംഘടന നിരോധനവുമായിട്ട് ഇവർക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത്? എന്ത് ധൈര്യത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ സംസ്ഥാനത്ത് ഇത്രയും അധികം, രാജ്യത്ത് ഇത്രയും അധികം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടിയ സംഘടന, രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരു സംഘടന എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? RSSന്റെ ചെലവിൽ മറ്റുള്ളവരെ ന്യായീകരിക്കാൻ നിൽക്കരുത്. പിന്നെ ഗാന്ധിവാദത്തിന്റെ കാര്യം പറഞ്ഞു. ഗാന്ധിവാദത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരായിരുന്നു? നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ആരായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി? വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാൽ പറയണം. സോമനാഥ് ചാറ്റർജിയുടെ പിതാവ് ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഗാന്ധിവാദത്തിന് ശേഷം ഹിന്ദു മഹാസഭ വിട്ട് പിന്നീട് ഏത് പാർട്ടിയിലാണ് ചേരുന്നത്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ചേരുന്നത്. ബംഗാളിൽ നിന്ന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ CPMന്റെ MP ആയി പോയില്ലേ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി? നിഷേധിക്കാൻ കഴിയോ? താൻ പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ, ഗാന്ധിവാദത്തിന്റെ സമയത്ത് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ, ആ വധത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പട്ടുമുളയും കൊടുത്ത് ആദരിച്ചു എന്നതാണ് ചരിത്രം. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ഇതുപോലെ ഒരു കശ്മലിനായ ഓപ്പറേറ്ററായി ജോലി ചെയ്യേണ്ടി ഞാൻ ലജ്ജിക്കും. എന്തിനാദരിച്ചു? ഒരു കാര്യം കൂടി ചോദിക്കണം അസ്കറെ. ഗാന്ധി വധത്തെ അപലപിക്കാത്ത ലോകത്തെ ഒരേ ഒരു രാഷ്ട്ര നേതാവ് ആരായിരുന്നു? ജോഡിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്, മനസ്സിലായോ? അത് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു, റഷ്യയുടെ സ്റ്റാലിൻ ആയിരുന്നു. റഷ്യയുടെ ഒരു ഔദ്യോഗിക ആദരാഞ്ജലിയും ഗാന്ധിജിക്ക് ഉണ്ടായില്ല. അപ്പൊ ഗാന്ധിയെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആരാ? ഗാന്ധിയെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ആ വധത്തിന് പുറകിൽ പ്രവർത്തിച്ച സംഘടനയുടെ പ്രസിഡന്റിനെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു കൊണ്ടുപോയി MP ആക്കി? അദ്ദേഹത്തിന്റെ മകനെ പിന്നീട് അതിന്റെ നേതാവാക്കി. ഈ കാര്യങ്ങൾക്ക് ചരിത്രം മറുപടി പറയണം. ആ ചരിത്രം അതിൽ മറുപടി തേടണം. നിങ്ങൾ ഏകപക്ഷീയമായി RSSനെ കുറ്റപ്പെടുത്തലേ? RSSനെതിരായിട്ടുള്ള ആക്ഷേപം ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ജുഡീഷ്യൽ കമ്മീഷനിൽ അന്വേഷിച്ചു, തെറ്റാണ് എന്ന് കണ്ടെത്തി. RSSന് ഗാന്ധിവധവുമായി ബന്ധമില്ലാന്ന് ഒന്നല്ല, ഒന്നിലധികം തവണ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. വീണ്ടും വീണ്ടും അതെടുത്ത് കൊടുത്ത് അലക്കാൻ നിൽക്കണ്ട. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇവിടെ ഷംസീർ വാദത്തിന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് പണ്ടൊരു സ്ത്രീ വായിൽ തവിടുമായിട്ട് തീയൂതാൻ പോയ അവസ്ഥയിൽ വായിലെ തവിട് പോവും ചെയ്യരുത്, തീയ് കെടും ചെയ്യരുത് എന്നുള്ളതാണ് സ്ത്രീയുടെ ആഗ്രഹം. പക്ഷേ തീ ഊതി കഴിഞ്ഞപ്പോൾ വായിലെ തവിടും പോയി, തീയിട്ട് കെടുകയും ചെയ്യും. അതുപോലെയാണ് ഇപ്പൊ ഷംസീർ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഷംസീർ ഇപ്പോ പോയി എങ്ങോട്ടൊക്കെയാണ് എത്തിയത്? BJP നേതാക്കൾക്ക് ലഹരി മരുന്നുമായി ബന്ധമുണ്ട്. സ്വർഗീയ പ്രമോദ് മഹാജന്റെ മകനെ വരെ അല്ലെങ്കിൽ സ്വർഗീയ പ്രമോദ് മഹാജനെ വരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ചർച്ചയിൽ കൊണ്ടുപോയത്.
പ്രമോദ് മഹാജൻ അന്തരിച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനെതിരായിട്ടുള്ള ഒരു അലിഗേഷൻ ഉണ്ടായത്, ഒരു കേസിൽ പ്രതിയായിട്ടുള്ളത്. സ്വർഗീയ പ്രമോദ് മഹാജൻ ജീവിച്ചിരുന്ന കാലത്ത് എവിടെയും തൻ്റെ മകനെ BJPയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ BJP ഓഫീസിന് മുന്നിൽ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കുകയോ പാർട്ടി പരിപാടികൾ സജീവമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ BJPയിൽ എവിടെയും കൊണ്ടുവന്ന് സുരക്ഷിതമാക്കാൻ ജീവിച്ചിരുന്ന കാലത്ത് ശ്രമിച്ചിട്ടേ ഇല്ല. ഉള്ളതൊന്നോ അവൻ പിന്നെ കള്ളം പറയൂ. മാത്രമല്ല അദ്ദേഹം മരിച്ചതിന് ശേഷവും നിങ്ങൾ ഈ പറയുന്ന രാഹുൽ മഹാജൻ എന്ന് പറയുന്നയാളെ BJPയുടെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് കൊണ്ടുവന്ന് BJPക്കാരനാക്കി മാറ്റാനോ അതല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് കൊണ്ടുവരാനോ ഒന്നും BJP ശ്രമിച്ചിട്ടില്ല. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നു. ഈ പ്രമോദ് മഹാജന്റെ മകനുമായി BJPക്ക് ഒരു പുലബന്ധവുമില്ല. അദ്ദേഹം ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അത് പ്രമോദ് മഹാജൻ അന്തരിച്ചതിന് ശേഷമാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ തെറ്റുതിരുത്താൻ തയ്യാറായില്ല. ഒരു മകന്റെ അല്ല, 2 മക്കളുടെയും തെറ്റുതിരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാ, സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. അവിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇക്കാര്യത്തിലെ ഇരട്ടത്താപ്പ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലെ കാപട്യം പുറത്തു വരുന്നത്. ഇവിടെ അദ്ദേഹം റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്തില്ലേ, ED ചോദ്യം ചെയ്തില്ലേ, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഉദാഹരിച്ചു. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഈ റോബർട്ട് വാദ്രയുമായി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഷംസീർ ഇങ്ങനെ ഈ EDയെ എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോ CC തമ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ? എന്നെ പറ്റി അവവാദം പറഞ്ഞു നടക്കുന്നതിന് ഞാൻ എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ സത്യം എങ്ങനെ അപവാദാകുന്നത്? ഈ മറൈൻ ഡ്രൈവിലെ D5 ഫ്ലാറ്റ് അത് എങ്ങനെയാണ്? അത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന്റേതാണോ? അത് ബിനീഷ് കോടിയേരിയുടേതാണോ അതോ കോടിയേരി ബാലകൃഷ്ണന്റേതാണോ? രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ. കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. കാരണം റോബർട്ട് വാദ്രയുമായി ബന്ധമുള്ള CC തമ്പിയുമായി എന്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിലുള്ള ബന്ധം? ഇക്കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞാൽ മതി. അത് പിടിച്ചാ തൂങ്ങേണ്ടി വരും. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങി. ED അല്ലാതെ ഇത് അന്വേഷിക്കേണ്ടത് നിങ്ങൾ പാർട്ടി വെക്കുന്ന കമ്മീഷനെ പോലെ വല്ല കമ്മീഷനും വെച്ചാൽ മതിയോ? ശ്രീമതി ടീച്ചറെയും ഗോവിന്ദ മാഷയും ചേർത്ത് ഒരു കമ്മീഷനെ ഉണ്ടാക്കി അന്വേഷിക്കേണ്ട കേസാണോ ഇത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ഇത് അങ്ങനെയല്ലല്ലോ. ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. എവിടെ കള്ളപ്പണം എവിടെ പിടിച്ചു നരേന്ദ്രമോദി എന്നല്ലേ ചോദിച്ചിരുന്നത്. ഇതാ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ കള്ളപ്പണ ഇടപാട് പിടിച്ചിരിക്കുന്നു. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.